വിവരങ്ങളുമായി ഷിജോ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഷിജോ, കാസർഗോഡ് നിന്ന് തുടങ്ങിയുള്ള യാത്ര എല്ലാ ജില്ലകളും കടന്ന് ഇപ്പോഴിതാ തലസ്ഥാനത്തെത്തിയിരിക്കുന്നു. തലസ്ഥാനത്തെ അവസാനത്തെ പോയിന്റിലേക്ക്, പുത്തരിക്കണ്ടം മൈതാനത്തേക്ക്, അവിടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ നമുക്ക് കാണാം. അദ്ദേഹം വേദിയിലേക്ക്, ഈ സമാപന സമ്മേളനത്തിന്റെ വേദിയിലേക്ക് എത്തുകയാണ്. വലിയ ജനപിന്തുണ ഈ യാത്രയിലുടനീളം കിട്ടിയെന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറയുകയുണ്ടായി. വലിയ വിസ്മയം ഈ സമ്മേളനത്തോടനുബന്ധിച്ച് നിങ്ങൾക്ക് കാണാം എന്ന് രാവിലെ 24-നോടാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. എത്രത്തോളം വലിയ ജനപിന്തുണ ഈ സമാപന സമ്മേളനത്തിലുണ്ട്, പ്രത്യേകിച്ചും സർക്കാരിനെതിരായ വലിയ പ്രചാരണത്തിന്റെ ഒരു ശക്തി പ്രകടനം എന്ന നിലയിൽ കൂടി ഈ സമാപന സമ്മേളനം UDF-ന്, കോൺഗ്രസിന് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. വിശദമായ പ്രകടന പത്രികയും വരും ദിവസങ്ങളിൽ ഐക്യജനാധിപത്യ മുന്നണിയുടേതായി പുറത്തിറക്കുകയാണ്. ഈ സമാപന സമ്മേളനത്തിൽ ചേർന്നവരോടൊക്കെ നമുക്ക് ഒന്നേ പറയുവാനുള്ളൂ. UDF-ന്റെ പുതുയുഗ യാത്ര തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ്. വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ സമാപന സമ്മേളനം തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് തുടങ്ങിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ പ്രവർത്തകർ ഇപ്പോൾ തോളിലേറ്റിക്കൊണ്ട് വേദിയിലേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഈ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. വലിയ തരത്തിലുള്ള സ്വീകാര്യത കാസർഗോഡ് നിന്ന് തുടങ്ങിയ പുതുയുഗ യാത്രയ്ക്ക് ഉണ്ട് എന്ന് കോൺഗ്രസ് നേതൃത്വം തുടക്കം മുതൽ തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. വലിയ തരത്തിലുള്ള ഒരു പിന്തുണ, ജനസ്വീകാര്യത പലയിടങ്ങളിലും ഈ പുതുയുഗ യാത്രയ്ക്ക് രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ലഭിക്കുന്നുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് വിവിധ വേദികളിലെല്ലാം പറഞ്ഞതാണ്. എന്തായാലും ആ യാത്ര ഏതാണ്ട് ഫെബ്രുവരി മാസം 6-ാം തീയതി തുടങ്ങിയ പുതുയുഗ യാത്ര മാർച്ച് മാസം ഈ ദിവസം ഇന്നിപ്പോൾ തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് സമാപിക്കുകയാണ്. ഈ ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ നിന്ന് മറ്റ് പല ജില്ലയുടെ ഭാഗത്തു നിന്ന് ആളുകളിലേക്ക് എത്തിയിട്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോൾ വേദിയിലേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേരളത്തിലുണ്ട്. കേരളത്തിൽ കൊല്ലത്തും തിരുവനന്തപുരത്തും ഇടുക്കി ജില്ലയിലുമൊക്കെ ആയിട്ട് പലയിടങ്ങളിൽ സാധാരണക്കാരുമായിട്ടുള്ള കൂടിക്കാഴ്ച, കുട്ടികളുമായിട്ടുള്ള സംവാദം, വിവിധ മേഖലകളിലുള്ള ആളുകളുമായിട്ടുള്ള സംവാദം, അങ്ങനെ വിവിധ പരിപാടികളുമായിട്ട് രാഹുൽ ഗാന്ധി കേരളത്തിലുണ്ട്. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുന്നതിന് വേണ്ടിയാണ് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വന്നത്. രാഹുൽ ഗാന്ധിയാണ് ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുക. അതിനകത്ത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗമാണ് രാഷ്ട്രീയ കേരളം അങ്ങേയറ്റം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത്. കാരണം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ കോൺഗ്രസിന് വേണ്ടി, UDF-ന് വേണ്ടി പ്രതിപക്ഷ നേതാവ് പുതുയുഗ യാത്രയിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന്റെ മുഖമായിട്ടുള്ള രാഹുൽ ഗാന്ധി എന്ത് പറയും എന്നുള്ളതാണ് എല്ലാവരും വലിയ ആകാംക്ഷയോടുകൂടി കാണുന്നത്. രാഹുൽ ഗാന്ധിക്കും പ്രതിപക്ഷ നേതാവ് വി.ഡി. വലിയ തരത്തിലുള്ള ഒരു സ്വീകരണം, വലിയ പിന്തുണ പലയിടങ്ങളിലും പ്രവർത്തകർ നൽകുന്നുണ്ട്. ഏതാണ്ട് നമുക്ക് ഈ പുത്തരിക്കണ്ടം മൈതാനത്ത് പ്രത്യേകം തയ്യാറാക്കിയ ഈ ജർമ്മൻ പന്തലിൽ നമുക്ക് എത്രമാത്രമായി പ്രവർത്തകരുടെ ബാഹുല്യം കാണാൻ കഴിയും. ആ വേദിയിൽ തന്നെ ഏതാണ്ട് 100-ലധികം നേതാക്കൾ കൂടിയുണ്ട്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, രാഹുൽ ഗാന്ധി, കെ.സി. വേണുഗോപാൽ, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, സച്ചിൻ പൈലറ്റ്, കെ.സി. ജോസഫ്, വി.ജെ. ജോസഫ്, അതുപോലെ തന്നെ M.M. ഹസൻ, കെ. മുരളീധരൻ അടക്കമുള്ള 100 കണക്കിന് നേതാക്കൾ ഈ പറയുന്ന വേദിയിലുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന സദസ്സിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന 1000-കണക്കിന് പ്രവർത്തകർ കൂടി ഇതിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വന്നിട്ടുണ്ട്. വലിയ തരത്തിലുള്ള ഒരു പിന്തുണ ഈ പുതുയുഗ യാത്രയ്ക്ക് തുടക്കം മുതൽ ഉണ്ട് എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് അവകാശപ്പെടുന്നത്. എന്തായാലും അല്പസമയത്തിനകം പുതുയുഗ യാത്രയുടെ ശാന്തം ശുചം ശമയതു ദ്യൗ ശാന്ത സാദിത്യേന ശാന്ത സാമേ ശാന്ത ശുചം ശമയതു പൃഥിവീ ശാന്തിരന്തരീക്ഷം ശാന്തിർ ദ്യൗ ശാന്തിർ ദിശ ശാന്തിരവാന്തര ദിശാ ശാന്തിരഗ്നി ശാന്തിർ വായു ശാന്തിരാദിത്യ ശാന്തിശ്ചന്ദ്രമാ ശാന്തിർ നക്ഷത്രാണി ശാന്തിരാപ ശാന്തിരോഷധയ ശാന്തിർ വനസ്പതയ ശാന്തിർ गौ शान्तिरजा शान्तिरश्व शान्तिः पुरुष शान्तिर्ब्रह्म शान्तिर् शान्ति शान्तिरेव शान्ति शान्तिर्मे अस्तु शान्तिः ॐ शान्ति शान्ति शान्तिः.
തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് UDFന്റെ പുതുയുഗയാത്രയുടെ സമാപന സമ്മേളനം ഇതാ സ്വാഗതഗാനത്തോടുകൂടി തുടങ്ങിയിരിക്കുന്നു. കാവാലം ശ്രീകുമാർ സ്വാഗതഗാനം പാടിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അടക്കം കേരളത്തിലെ പ്രമുഖ UDFന്റെ എല്ലാ നേതാക്കളും അടക്കം ആ വേദിയിലുണ്ട്. വലിയ രീതിയിലുള്ള ശക്തിപ്രകടനം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സംസ്ഥാന സർക്കാരിനെതിരെ സർക്കാരിന്റെ ഭരണത്തിലെ കോട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേരളത്തെ വീണ്ടെടുക്കുക എന്ന മുദ്രാവാക്യവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിച്ച പുതുയുഗയാത്ര അതിന്റെ സമാപനമാണ്. അത് UDFന്റെ ഒരു ശക്തിപ്രകടനമായി തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് ആ വലിയ ജനാവലി അത് സാക്ഷ്യം പറയുന്നു, അത് സാക്ഷ്യം വഹിക്കുന്നു. 25ഓളം ദിവസം നീണ്ടുനിന്ന യാത്ര, ഏതാണ്ട് 120ലധികം പൊതുപരിപാടികൾ, അതിനുശേഷമാണ് ഇതാ തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്തെ ഈ സമാപന സമ്മേളനം. റിനു ശ്രീധർ വിവരങ്ങളുമായി പുത്തരിക്കണ്ടം മൈതാനിൽ നിന്ന് ചേരുന്നുണ്ട്. റിനു, തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ ഉൾപ്പെടെ ഇന്ന് രാഹുൽ ഗാന്ധി ഈ വേദിയിൽ ഉദ്ഘാടനത്തിന് ശേഷം പ്രഖ്യാപിക്കും എന്നാണ് അറിയുന്നത്. എന്തൊക്കെ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും? ഒപ്പം പ്രതിപക്ഷ നേതാവ് നേരത്തെ 24 അടക്കം പറഞ്ഞത് വിസ്മയങ്ങൾ ഉണ്ടാകും ഈ സമാപന സമ്മേളനത്തിൽ എന്നാണ്. എന്താണ് കോൺഗ്രസ് കാത്തുവച്ചിരിക്കുന്നത്? കോൺഗ്രസിന്റെ വിസ്മയം. സ്വാഗതം ആശംസിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടി സ്കൂൾ അസംബ്ലിയിൽ കയറി നിൽക്കുന്ന സഭാകമ്പം. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് UDFന്റെ പുതുയുഗയാത്ര അതിന്റെ സമാപന സമ്മേളനമാണ്. റിനു ശ്രീധറിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ഈ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ടത്തെ വേദിയിൽ ഇതാ ഇപ്പോൾ ശശി തരൂർ MP ആ വേദിയിലേക്ക് എത്തുകയാണ്. UDFന്റെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഇവിടെയുണ്ട്. കോൺഗ്രസിന്റെ നേതാക്കൾ എല്ലാം തന്നെ ഇവിടെയുണ്ട്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷഫീദ്, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ ഒരുക്കങ്ങൾ അത് പൂർത്തിയായിരിക്കുന്നു, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് തയ്യാറായിരിക്കുന്നതിന്റെ പ്രഖ്യാപനം കൂടിയാണ് ഈ സമാപന സമ്മേളനത്തിലെ ശക്തി പ്രകടനം. തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളുടെ പ്രഖ്യാപനം കൂടി ഇന്ന് ഉണ്ടാകും രാഹുൽ ഗാന്ധിയിൽ നിന്നെന്നാണ് മനസ്സിലാക്കുന്നത്. മുൻപ് കർണാടകയിൽ ഉൾപ്പെടെ അത്തരത്തിൽ രാഹുൽ നേരിട്ട് ഈ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. കേരളത്തിലും സമാനമായ രീതിയിലുള്ള ഒരു പ്രഖ്യാപനം, അങ്ങനെയെങ്കിൽ എന്തൊക്കെയായിരിക്കും ഇന്ന് ഈ വേദിയിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഷഫീദ്. ദിൽന, ഉറപ്പായിട്ടും കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് നടത്തിയ ശക്തി പ്രകടനത്തിന്റെ അവസാനം, അതിന്റെ ഒരു എൻഡ് ക്ലൈമാക്സ് എന്ന് പറയുന്നത് അത് സ്വാഭാവികമായും ചില പ്രകടന പത്രികകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ പ്രഖ്യാപനമാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് പ്രകടന പത്രികയിലെ ഏതാനും പ്രധാന വാഗ്ദാനങ്ങൾ രാഹുൽ ഗാന്ധി ഈ വേദിയിൽ പ്രഖ്യാപിക്കുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. അല്പസമയത്തിനുള്ളിൽ രാഹുൽ ഗാന്ധി സംസാരിക്കാനായി എത്തും എന്നുള്ളതും ഏറ്റവും പ്രധാനം. അതിൽ നമുക്ക് കിട്ടുന്ന സൂചന അനുസരിച്ച് വനിതകൾ, യുവാക്കൾ, മുതിർന്ന പൗരന്മാർ എന്നിവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളായിരിക്കും പ്രഖ്യാപിക്കുക എന്ന തരത്തിലേക്കുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കോൺഗ്രസിന്റെയും UDFന്റെയും വലിയ നേതൃനിര തന്നെ ഈ വേദിയിൽ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ആ സാഹചര്യത്തിൽ സ്വാഭാവികമായും അത് UDFനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശക്തി പ്രകടനത്തിന്റെ ആദ്യ ഘട്ടമായി നമുക്കതിനെ കണക്കാക്കാൻ കഴിയും. സാധാരണഗതിയിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ പ്രധാന വാഗ്ദാനങ്ങൾ പൊതുസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുന്ന സമീപകാല രീതിയാണ്. ആ രീതി തന്നെ കേരളത്തിലും ആവിഷ്കരിക്കാൻ ഹൈക്കമാൻഡ് തീരുമാനമെടുത്തിരുന്നു. നേരത്തെ ദിൽന സൂചിപ്പിച്ചതുപോലെ കർണാടക, തെലങ്കാന തെരഞ്ഞെടുപ്പുകളിലും അവ പ്രഖ്യാപിച്ചതുപോലെ ഈ നമ്മുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിലും UDFന്റെ ഒരു പ്രധാനപ്പെട്ട ആകർഷണം അതുതന്നെയായിരുന്നു. സൗജന്യ ബസ് യാത്രയായിരുന്നു അവിടെ സ്ത്രീകൾക്ക് പ്രഖ്യാപിച്ച പ്രധാന വാഗ്ദാനം. കോൺഗ്രസ് ദേശീയ നേതൃത്വം നേരിട്ട് നൽകുന്ന ഉറപ്പെന്ന നിലയിലാണ് രാഹുലിനെ മുൻനിർത്തിയുള്ള പ്രഖ്യാപനം മറ്റു സംസ്ഥാനങ്ങളിൽ ഉണ്ടായത്. സമാന രീതിയിൽ കേരളത്തിലും ആ പ്രഖ്യാപനം ഉണ്ടാകും. ഏതായാലും ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തിയ പുതുയുഗയാത്ര അതിന്റെ അവസാന ഘട്ടം അത് ശക്തി പ്രകടനത്തോടു കൂടി തന്നെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ആത്മവിശ്വാസം അത് UDFന് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൂടിയുള്ള ഒരു ആത്മവിശ്വാസമായി മാറാൻ കഴിയും. ആ വേദിയിൽ പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. AICC ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള KC വേണുഗോപാൽ, അതേപോലെ തന്നെ ദീപദാസ് മുൻഷി, AICC പ്രവർത്തക സമിതി അംഗങ്ങളായ രമേശ് ചെന്നിത്തല, ശശി തരൂർ, കൊടിക്കുന്നിൽ സുരേഷ്, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, അതേപോലെ പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി, UDF കൺവീനർ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട നേതാക്കളെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.